ഇനി നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെ കൂട്ടാൻ ഒരു പരിപ്പ് കറി വെക്കാം. അതിനായി ഉള്ളി, തക്കാളി, കറിവേപ്പില, പച്ചമുളക് എന്നിവ അരിയുക. അതിനുശേഷം കഴുകി വെച്ച പരിപ്പ് എന്നിവയെല്ലാം കുക്കറിലേക്ക് ഇട്ട് മഞ്ഞളും ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളവും ഒഴിച്ച് നമുക്ക് വേവിക്കാം. ഇതിലേക്ക് കുറച്ച് ജീരകവും കൂടി ചേർക്കണം. എന്നിട്ട് വേണം വേവിക്കാൻ. അങ്ങനെ പരിപ്പ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് താളിച്ചൊഴിക്കാം. അതിനായി പാനിലേക്ക് എണ്ണയൊഴിച്ച് കടുക് പൊട്ടിച്ച് കറിവേപ്പില, വെളുത്തുള്ളി, പിന്നെ ചുവന്ന മുളക് ചതച്ചത് അത് എന്നിവ ചേർത്ത് താളിച്ച ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്താൽ നല്ല ടേസ്റ്റാണ്. ഇതിന് മിക്സാക്കി നമുക്കൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. കണ്ടോ, നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് പരിപ്പ് കറി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യൂ. ചപ്പാത്തിൻ്റെ കൂടെ ആയാലും ചോറിൻ്റെ കൂടെ ആയാലും ഒക്കെ തിന്നാൻ കഴിയും.